ഗൈസ്, ഇന്ത്യ വളരെ വലിയ LPG ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ ഏകദേശം 40,000 ഹോട്ടലുകളാണ് LPG സിലിണ്ടർ ഇല്ലാത്ത കാരണം അടച്ചുപൂട്ടിയത്. ഇത് കണ്ടപ്പോൾ തന്നെ അടുത്തത് വീടുകളിലെ LPG ആണ് ക്ഷാമം വരാൻ പോകുന്നത് എന്ന് കണ്ട ഉടനെ തന്നെ ആൾക്കാരെല്ലാവരും ഓടിപ്പോയി ഇൻഡക്ഷൻ കുക്കറുകളും ഓവനുകളും എയർ ഫ്രയറുകളെല്ലാം വാങ്ങിക്കൂട്ടുന്നുണ്ട് കണ്ണും പൂട്ടി. പക്ഷെ അത്തരത്തിൽ തിടുക്കം കൂട്ടി വാങ്ങുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങളുടെ വീടിന് തീ വരെ പിടിക്കാം. സോ ഈ ഒരു വീഡിയോ വിശദമായിട്ട് കണ്ട ശേഷം മാത്രം പോയി ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുക. വർഷങ്ങളായി വിപണിയിലുള്ള ഒരു സാധനമാണ് ഇൻഡക്ഷൻ സ്റ്റൗ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്. പക്ഷേ ഗ്യാസ് അടുപ്പിന് പകരം സ്ഥിരമായി ഇനി ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊരു തീരുമാനത്തിലാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിന്റെ വാട്ടേജ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിസാര വിലയ്ക്ക് കിട്ടുന്ന പല ഇൻഡക്ഷൻ കുക്കറിന്റെയും വാട്ടേജ് വളരെ കുറവായിരിക്കും. ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിനിമം 1200 മുതൽ 1500 വാട്ടിന്റെ ഇൻഡക്ഷൻ കുക്കർ വേണം. എന്നാൽ LPG ഗ്യാസിൽ കുക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഫ്രീക്വൻസിയിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്യണമെങ്കിൽ മിനിമം 1800 മുതൽ 2200 വാട്ടിന്റെ ഇൻഡക്ഷൻ കുക്കർ വേണം. ഇൻഡക്ഷൻ നിങ്ങൾ മേടിക്കാൻ പോകുന്ന സമയത്ത് അതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എത്ര വാട്ട് വരെ പോകും എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു വാട്ട് കൂട്ടും തോറും ആ ഒരു ടെമ്പറേച്ചർ കൂടുന്നതായിരിക്കും ഇൻഡക്ഷൻ കുക്കറിന്റെ. അതിനനുസരിച്ച് കറണ്ട് വലിക്കും, പക്ഷെ നിങ്ങളുടെ കുക്കിംഗ് പെട്ടെന്ന് നടക്കും. ഇനി ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് മേടിക്കുമ്പോൾ അതിനകത്ത് മാനുവൽ കൺട്രോൾ മോഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന പല പ്രീസെറ്റുകളും പലപ്പോഴും നമ്മൾക്ക് അനുയോജ്യമായിരിക്കില്ല. സോ മാനുവലി നിങ്ങൾക്ക് ടെമ്പറേച്ചർ അഥവാ വാട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റണം. ആൻഡ് ടൈമറിന്റെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി ടച്ച് ബട്ടൺസും ഫിസിക്കൽ ബട്ടൺസും ഉണ്ട്. ഫിസിക്കൽ ബട്ടൺസ് മേടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പക്ഷെ നമ്മൾ പലരും മറക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് മേടിച്ചിട്ട് വീട്ടിലുള്ള ചീനച്ചട്ടി എടുത്ത് വെക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു പരിപാടി നടക്കില്ല. ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ബേസ് ഉള്ള പാത്രങ്ങൾ തന്നെ വേണം. ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ ആയിരിക്കണം. ഇനി പാനുകൾ വാങ്ങിക്കുവാണെങ്കിൽ പാനിന്റെ പുറകിൽ ഇൻഡക്ഷൻ ബേസ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. സോ ഒരു ഇൻഡക്ഷൻ കുക്കർ വീട്ടിൽ കൊണ്ട് മേടിച്ച് വെച്ചാൽ മാത്രം പോരാ, അതിനകത്ത് വെച്ച് പാചകം ചെയ്യാൻ പറ്റുന്ന വെസൽസും കൂടി വാങ്ങിക്കാൻ നിങ്ങൾ ഓർക്കണം. സോ പൈസ ലാഭിക്കാൻ വേണ്ടി വളരെ വില കുറഞ്ഞ ഇൻഡക്ഷൻ കുക്കറുകൾ, വാട്ട് കുറഞ്ഞ ഇൻഡക്ഷൻ കുക്കറുകൾ വാങ്ങി പെടാതിരിക്കുക. ഇനി ഇൻഡക്ഷൻ കുക്കറൊക്കെ വീട്ടിൽ വാങ്ങി വെസൽസ് വാങ്ങി വീട്ടിൽ കൊണ്ട് പ്ലഗ് ചെയ്യുന്ന സമയത്താണ് ഇനി അടുത്ത ഏറ്റവും വലിയ പ്രശ്നം. പഴയ വീടുകളിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ വെക്കാനുള്ള ഒരു പ്ലഗ് പോയിന്റ് പലപ്പോഴും കിച്ചണിൽ ഉണ്ടാവാറില്ല. പലരും ചെയ്യുന്നത് നോർമലി നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന അതേ പ്ലഗ് പോയിന്റിൽ കൊണ്ട് ഇൻഡക്ഷൻ കുക്കർ കുത്തുകയും എന്നിട്ട് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള വയറിങ്ങിൽ വളരെയധികം ലോഡ് കയറി വരും. ചെറിയ ഗേജുള്ള വയറായിരിക്കും ഇത്തരത്തിലുള്ള ചെറിയ പ്ലഗുകളിലുള്ളത് എന്നുള്ളതുകൊണ്ട് ആ വയർ ഉരുകി വീട് തീ പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കർ കുത്തുന്ന ആ ഒരു ലൈനിൽ ഇൻവെർട്ടർ കണക്ഷൻ ഇല്ല എന്നും ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ കുത്തി ഓണാക്കി വാട്ട് അങ്ങ് കൂട്ടുമ്പോഴേക്കും നിങ്ങളുടെ ഇൻവെർട്ടർ ട്രിപ്പ് അടിച്ചു പോകും. നിങ്ങളുടെ വീട്ടിൽ മിക്സിയൊക്കെ കുത്തുന്ന ആ ഒരു പ്ലഗ് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലഗിൽ തന്നെ നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ കുത്താനായിട്ട് ശ്രമിക്കുക. മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഇതെല്ലാം ഹൈ വോൾട്ടേജ് അപ്ലയൻസസ് ആണ്. പ്ലഗ് പോയിന്റ് വെക്കുന്ന സമയത്ത് 5 ആംപിയറിന്റെ അല്ല 15 ആംപിയറിന്റെ ഹെവി ഡ്യൂട്ടി സോക്കറ്റുകൾ വെക്കാൻ ശ്രമിക്കുക. ഇനി എക്സ്റ്റൻഷൻ ബോക്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇത്തരത്തിൽ ഗേജ് കൂടിയ വയറുള്ള ഹെവി ഡ്യൂട്ടി എക്സ്റ്റൻഷൻ ബോക്സ് ആണ് എന്നും ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമതായി മൈക്രോവേവ് ഓവനിൽ ഇരുത്തൊട്ട് പാചകം ചെയ്യാം എന്ന് പറഞ്ഞ് മൈക്രോവേവ് ഓവൻ മേടിക്കുന്നവരുണ്ട്. റിയാലിറ്റി ഈസ് മൈക്രോവേവ് ഓവൻ ഒരിക്കലും ഒരു ഇൻഡക്ഷൻ കുക്കറിനോ LPGക്കോ ഉള്ള റീപ്ലേസ്മെന്റ് അല്ല. ഒരു വില കുറഞ്ഞ മൈക്രോവേവ് ഓവന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഫുഡ് എടുത്തു കഴിഞ്ഞിട്ട് അത് ചൂടാക്കുക അഥവാ റീഹീറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ്. ഒരു മുഴുവൻ മീൽ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് ചോറൊക്കെ വേവിക്കണം അല്ലെങ്കിൽ പച്ചക്കറികൾ വേവിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു മൈക്രോവേവ് ഓവനെ കൊണ്ട് സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓരോ ബ്രാൻഡ് അനുസരിച്ച് മാറും. നോർമലി ഉള്ള ഈ ഒരു മൈക്രോവേവ് അല്ലാതെ ഗ്രില്ലുള്ള മൈക്രോവേവുകൾ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നോൺ വെജ്, ചിക്കനും അതെല്ലാം കുക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്രില്ല് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്നാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു കൺവെക്ഷൻ ഓവൻ മേടിക്കുക എന്നുള്ളതാണ്. ഒരു കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ബേക്കിങ്ങിനും അതേപോലെ കുക്കിങ്ങിനും റീഹീറ്റിങ്ങിനും എല്ലാത്തിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അഗൈൻ വില കൂടിയ ഓവനുകൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് LPGക്ക് പകരം ഉപയോഗിക്കാം എന്നുള്ള ചിന്തയിൽ വാങ്ങാതിരിക്കുക. ആ ഒരു കാര്യം നടക്കില്ല. ശരി, LPGക്ക് പകരം ഞാൻ ഇൻഡക്ഷൻ കുക്കർ വാങ്ങി, പക്ഷേ അതിനകത്ത് ചീനച്ചട്ടി വെച്ച് വറക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി പലരും ഇപ്പോൾ എയർ ഫ്രയറിലേക്ക് മാറുന്നുണ്ട്. എയർ ഫ്രയറിലും ഈ ഇൻഡക്ഷൻ കുക്കറിൽ കണ്ട ആ ഒരു സെയിം സ്റ്റോറി തന്നെയാണ്. എണ്ണയില്ലാതെ അഥവാ നിസ്സാരമായിട്ടുള്ള എണ്ണ ഉപയോഗിച്ച് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് എയർ ഫ്രയറിന്റെ ഒരു നല്ല കാര്യം തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പല മീൽ ഓപ്ഷൻസും കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം ഫ്രൈസ്, സ്നാക്സ് ഇതെല്ലാം ചെയ്യാം. എന്നാൽ ഇവിടെയും വാട്ടേജ് ഒരു വലിയ ഘടകം തന്നെയാണ്. അതിനുപരി ഇതിന്റെ കപ്പാസിറ്റി. 1-2 ആൾക്കാരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 to 3 ലിറ്ററിന്റെ ഒരു എയർ ഫ്രയർ മേടിക്കാം. ആ ലിറ്റർ എന്ന് പറയുന്ന ആ താഴെ ഉള്ള ഒരു പാത്രം വലിച്ചെടുക്കുമ്പോൾ ആ ഒരു പാത്രത്തിന്റെ സൈസ് ആണ്. എന്നാൽ ഒരു ഫാമിലിക്കൊക്കെ മിനിമം 4 to 6 ലിറ്ററിന്റെ വലിയ എയർ ഫ്രയർ വാങ്ങിക്കുന്നതായിരിക്കും ബുദ്ധി. ഇനി വാട്ടേജ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചെറിയ എയർ ഫ്രയറിന് ഏകദേശം 1200 വാട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഹീറ്റ് വേണം, കുറച്ചുകൂടി പെട്ടെന്ന് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഇനി
ഇനിയും കൂട്ടാൻ വരുന്ന 1700 വാട്ട് വരെയുള്ള എയർ ഫ്രയർസ് അവൈലബിൾ ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കൺട്രോളും ടൈമറും ഇത് നിർബന്ധമായിട്ടും എയർ ഫ്രയറിൽ വേണം. അതെല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. അതില്ലാതെയും ആൾക്കാരെ പറ്റിക്കുന്ന പല എയർ ഫ്രയറുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അഗൈൻ ഡീപ് ഫ്രൈ ചെയ്ത ഒരു സാധനം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഒരിക്കലും എയർ ഫ്രയറിൽ വരും എന്ന് പ്രതീക്ഷിക്കരുത്. സോ ഈ ഒരു വീഡിയോയുടെ സമ്മറി എന്ന് പറയുന്നത് LPG ഗ്യാസ് ക്ഷാമം ഉള്ളതുകൊണ്ട് LPGക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് സാധനം ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇനി ഒരു ബാക്കപ്പിന് അല്ലെങ്കിൽ കൺവീനിയൻസിന് വേണ്ടി നിങ്ങൾക്ക് ഒരു മൈക്രോവേവ് ഓവനും കൂടെ മേടിക്കാം. സോ ഇൻഡക്ഷൻ കുക്കറിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഒന്ന് ചൂടാക്കണമെങ്കിൽ വീണ്ടും ഇൻഡക്ഷൻ കുക്കറിൽ വെക്കേണ്ട, ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കാവുന്നതാണ്. എന്നാൽ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടൊക്കെ ഈറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കറും അതിൻ്റെ ഒപ്പം ഒരു എയർ ഫ്രയറും വാങ്ങിക്കുന്നതായിരിക്കും ബുദ്ധി. എന്നാൽ നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആണെങ്കിൽ ഒരു 1800 വാട്ടിൻ്റെ ഇൻഡക്ഷൻ കുക്കർ മാത്രം മേടിച്ച് കാശ് ലാഭിക്കുക. നിങ്ങളുടെ പരിപാടികളെല്ലാം നടക്കും. ബാക്കിയുള്ള പൈസയ്ക്ക് കുറച്ച് ഇൻഡക്ഷൻ കുക്കർ ബേസ് ഉള്ള യൂട്ടൻസിൽസും വാങ്ങിക്കാം. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടട്ടെ. ആൻഡ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Until next time, bye bye.